സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2022-2023 വർഷത്തെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. പ്രവർത്തനം 1. മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്. അനിയന്ത്രിതമായ ഉപയോഗം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും കുറവുണ്ടാകുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് എക്കാലത്തും ലഭ്യമാണ്, പക്ഷേ അതിൻ്റെ അമിതമായ ഉപയോഗം മൂലം പലതും അതിൻ്റെ അളവിലും ഗുണത്തിലും കുറവുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ചില പ്രകൃതി വിഭവങ്ങളുടെ പേരുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? കാറ്റ്, കൽക്കരി, പ്രകൃതിവാതകം, ജലം, വനം, സൂര്യപ്രകാശം, പെട്രോള്, ഇരുമ്പയിര് മുതലായവയാണ്. ഇനി എ. നൽകിയിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ എക്കാലവും ലഭ്യമാകുന്ന പ്രകൃതി വിഭവങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് നമുക്ക് എക്കാലവും ലഭ്യമാകുന്നത്? 1 കാറ്റ്, 2 ജലം, 3 സൂര്യപ്രകാശം. ഓക്കെ, ജലം, കാറ്റ്, സൂര്യപ്രകാശം, ഇതാണ് നമുക്ക് എല്ലാ കാലവും ലഭ്യമാകുന്ന പ്രകൃതി വിഭവം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കുറച്ചു കഴിഞ്ഞാൽ ഉപയോഗത്തിനനുസരിച്ച് അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ബി. പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിക്കാനിടയായ സാഹചര്യങ്ങൾ എന്തെല്ലാം? എന്തുകൊണ്ടാണ് പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത ഇത്രയധികം കൂടിയത്? എന്താണ്? 1 ജനസംഖ്യാ വർധനവ്, 2 ശാസ്ത്ര സാങ്കേതിക പുരോഗതി, 3 മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യം, 4 വ്യവസായവൽക്കരണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരം പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിക്കാൻ ഇടയായത്. ഒന്നുകൂടെ പറയാം: ജനസംഖ്യാ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം. ഇനി പ്രവർത്തനം 2ലേക്ക് കടക്കാം. ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ ലോക സംസ്കാരത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാരും അറബികളും. ചോദ്യം: ചൈനക്കാരുടെയും അറബികളുടെയും സംഭാവനകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് പട്ടികയിൽ. പട്ടിക ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യോജിപ്പിച്ചത് നമുക്കൊന്ന് ശരിയായിട്ട് വായിക്കാം. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് കിതാബുൽ ഹെവെ. ഓക്കെ. ഇനി വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടതാണ് പഗോഡകൾ. ഇനി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് വെടിമരുന്ന്. സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് 1001 രാവുകൾ. ഓക്കെ. ഇനി കടൽ യാത്രയിൽ ദിശ മനസ്സിലാക്കാനായി ചൈനക്കാർ കണ്ടുപിടിച്ച ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വടക്കുനോക്കി യന്ത്രം. ഇനി നേരെ പ്രവർത്തനം 3ലേക്ക് കടക്കാം. പരമ്പരാഗത ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും ചിത്രം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ പരമ്പരാഗത ഗ്രാമം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നഗരവും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്ന പട്ടിക എന്താണെന്ന് നമുക്ക് നോക്കാം. പരമ്പരാഗത സമൂഹ വ്യവസ്ഥകൾ, നഗര സമൂഹ വ്യവസ്ഥകൾ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. ലളിതമായ വേഷം നഗര സമൂഹ സവിശേഷതയാണെങ്കിലോ ഫാഷനുകൾക്കനുസരിച്ച വേഷവിധാനമാണുള്ളത്. ഇനി കൃഷിക്കും അനുബന്ധ തൊഴിലുകൾക്കും പ്രാമുഖ്യം. നഗരത്തിലാണെങ്കിലോ വ്യവസായത്തോടും വ്യാപാരത്തോടും സാങ്കേതിക വിദ്യയോടും ബന്ധപ്പെട്ട പലവിധ തൊഴിലുകളാണ്. ഇനി സങ്കീർണമല്ലാത്ത ജീവിത രീതിയാണ് പരമ്പരാഗത ഗ്രാമത്തിലുള്ളത്. നഗരത്തിലാണെങ്കിലോ അത് വൈവിധ്യവും സങ്കീർണവുമായ ജീവിത ശൈലികളാണ്. ഇനി കുടുംബ വ്യവസ്ഥിതിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്, പക്ഷേ ഗ്രാമത്തിലാണെങ്കിൽ അണുകുടുംബ വ്യവസ്ഥയാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഇതിനെ രണ്ടും താരതമ്യം ചെയ്തിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഉത്തരമായിട്ട് വരുന്നത് ഫാഷനുകൾക്ക് അനുസരിച്ച വേഷവിധാനം, രണ്ടാമതായിട്ട് വരുന്നത് വ്യവസായത്തോടും വ്യാപാരത്തോടും സാങ്കേതിക വിദ്യയോടും ബന്ധപ്പെട്ട പലവിധ തൊഴിലുകളാണ് നടക്കുന്നത്. ഇനി മൂന്നാമത്തേത് വൈവിധ്യവും സങ്കീർണവുമായ ജീവിതശൈലിയാണ്. ഇനി കൂട്ടുകുടുംബമാണ് പരമ്പരാഗതമായിട്ടുള്ളത് എങ്കിൽ നഗരത്തിലാണെങ്കിൽ അത് അണുകുടുംബ വ്യവസ്ഥയാണുള്ളത്. ഓക്കെ. ഇനി ബി. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മൾ ഊര് എന്നാണ് പറയുന്നത്. ഊര്. ഓക്കെ. ഇനി പ്രവർത്തനം 4ലേക്ക് കടക്കാം. മധ്യകാല കേരളത്തിൽ പുറംനാടുകളുമായുള്ള കച്ചവടം, പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. ചോദ്യം: മധ്യകാല കേരളത്തിൽ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ അങ്ങാടികളും തുറമുഖങ്ങളും വളർന്നു വരുന്നതിനും ഇടയായ സാഹചര്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട അവിടെ നിലനിന്നിരുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയാം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്, നിങ്ങളിത് പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. 1. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്.
അഥവാ ഒരു സാധനം നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ സാധനം കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുന്ന രീതിയായിരുന്നു. ഇനി നാണയങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയതും അന്നത്തെ കാലത്തായിരുന്നു. 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയ കച്ചവട സംഘങ്ങൾ വളർന്നു വന്നു. കച്ചവട ചുങ്കമായ പ്രധാന വരുമാന മാർഗം. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. ഗ്രാമങ്ങളിലെ വിഭവങ്ങൾ അങ്ങാടികളിൽ കൈമാറി. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം മെച്ചപ്പെടുത്തി. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, കോഴിക്കോട് തുറമുഖത്ത് ദല്ലാൽമാർ ഉറപ്പിക്കുന്ന വിലക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. ഏത് വിദേശ സഞ്ചാരിയുടെ വിവരണത്തിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്? ആരുടെയാണ്? മാഹ്വാന്റെയാണ്. മാഹ്വാൻ. ഓക്കെ, പ്രവർത്തനം 5ലേക്ക് കടക്കാം. ഭൂമിയുടെ ഒരു ഭാഗത്ത് പകൽ അനുഭവപ്പെടുമ്പോൾ മറുഭാഗത്ത് രാത്രിയാകുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? ഒരു ഭാഗത്ത് പകലാണെങ്കിൽ മറ്റേ സൈഡിൽ രാത്രിയായിരിക്കും. ഇനി എ, രാത്രിയും പകലും അനുഭവപ്പെടുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുന്നതിന് ഒരു പരീക്ഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്? ഒരു ഇരുട്ടുമുറി തിരഞ്ഞെടുത്ത് ഗ്ലോബ് ക്രമീകരിച്ച് ഗ്ലോബിൻ്റെ ഒരു വശത്തേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കുക. ഗ്ലോബ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിപ്പിക്കുക. ഒരു ഭാഗത്ത് പ്രകാശം ലഭിക്കുമ്പോൾ മറുഭാഗത്ത് ഇരുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്ത്? ഭൂമിയും ഇതേപോലെ തന്നെയാണ്, ഈ ഗ്ലോബിനെ പോലെ തന്നെയാണ് ഭൂമിയും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വെളിച്ചം കിട്ടുമ്പോൾ മറുഭാഗത്ത് ഇരുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഇനി ബി, ഈ പരീക്ഷണത്തിലൂടെ എന്തെല്ലാം നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്? എന്താണ്? ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി പ്രവർത്തനം 6 നോക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും സുസ്ഥിര വികസനത്തിന് സഹായകമായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പറയാം. 1, സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികളെ, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ഉപയോഗശേഷം ലൈറ്റുകളും ഫാനുകളും ഓഫാക്കുന്നു. ഇതാണ് സുസ്ഥിര വികസനത്തിന് സഹായകമായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നു. പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികളെ, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ഉപയോഗശേഷം ലൈറ്റുകളും ഫാനുകളും ഓഫാക്കുന്നു. ഇനി ബി ചോദ്യം, സുസ്ഥിര വികസനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ? വരും തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറക്ക് അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനങ്ങളും ഒരു പ്രകൃതി വിഭവവും ഇവിടെ ഇല്ലാതായിട്ട് മാറും. അപ്പോൾ അതില്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുകയും അതിൽ കുറവ് വരികയും ചെയ്യരുത്. എന്നാൽ വരും തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സോഴ്സും ഇവിടെ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രവർത്തനം 7ലേക്ക് കടക്കാം. കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു കുട്ടി പറയുന്നുണ്ട്, വിദ്യാഭ്യാസം എൻ്റെ അവകാശമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ് എന്ന്. ഇതിൽ എ ചോദ്യം, മറ്റെന്തെല്ലാം അവകാശങ്ങളാണ് കുട്ടികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? ഏതെങ്കിലും 4 എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ തന്നെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക, അതിജീവനത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണവും പരിചരണവും, പങ്കാളിത്തത്തിനുള്ള അവകാശം, അവഗണനകളിൽ നിന്നുമുള്ള അവകാശം, സംരക്ഷണം, സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭിക്കാനുള്ള അവകാശം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇനി ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമായിരുന്നു? 2009 ഓക്കെ, 2009 ഇനി 8ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യവുമാണ്. വിവിധ രാജാക്കന്മാരുടെ രാജവംശങ്ങളുടെ അധികാര കേന്ദ്രമായിരുന്നു ഡൽഹി. മധ്യകാലഘട്ടത്തിൽ ഡൽഹിയിൽ അധികാരം സ്ഥാപിച്ച രാജവംശങ്ങൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും സാമ്രാജ്യ വിസ്തൃതി വ്യാപിപ്പിച്ചിട്ടുണ്ട്.
ചോദ്യം ഡൽഹിയിൽ അധികാരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഗൾ ഭരണാധികാരികൾ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിനായി സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ മാർഗങ്ങളിലൂടെയായിരുന്നു അവർ ആ ഒരു സ്ഥലമെല്ലാം വെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന്, വെടിമരുന്ന്, പീരങ്കി എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ വലിയൊരു സൈന്യം അവർക്കുണ്ടായിരുന്നു. അതുപോലെ മൺസംബന്ധാരി സമ്പ്രദായത്തിലൂടെയും സൈന്യത്തെ അവർ മെച്ചപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി ബി ചോദ്യം, പട്ടികയിൽ നൽകിയിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഭരണാധികാരികളെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഇതാരാണ് ഇത് നടപ്പിലാക്കിയത്? ഇൽത്തുമിഷാണ്. ഇനി 2, തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ കൂട്ടുകാർ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.